ഗുഡ് മോർണിംഗ്. അപ്പോൾ എണീറ്റു ഫ്രഷപ്പായി. ഇത് ലാസ്റ്റ് ഡേ ആണ് ഇൻ ഗോവ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ഇന്നലത്തെ ബൂട്ട് ക്യാമ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞത് ഈ റൂമിലെത്തി. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ബൂട്ട് ക്യാമ്പിൻ്റെ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇൻ ഗോവ. അപ്പോൾ നമുക്ക് റെഡി ആവണം. ഇനി ചെക്ക് ടൈമുണ്ട് 11 മണി 11:30 ആകുമ്പോൾ. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം തിരിച്ചു പോകാനായിട്ടുള്ളത്. അപ്പോൾ റെഡിയായി കഴിഞ്ഞത് ബാഗെല്ലാം സെറ്റാണ്. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പോവാം. നമുക്കപ്പോൾ ചെക്കൗട്ട് ചെയ്തിട്ടും കുറേ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകാമെന്ന് കരുതി ഗോവ ഒന്ന് ജസ്റ്റ് ഇറങ്ങാൻ റെൻറ്റിൽ സ്കൂട്ടർ എടുത്തു. നേരെ ഞങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ഗോവ മാത്രം ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് കരുതി. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കരുതി. അങ്ങനെ ബീച്ചിൻ്റെ അവിടെ പോയി അവിടുത്തെ കുറച്ച് ഷോപ്പിൽ കയറി. നമ്മളെന്തായാലും അവർ പറ്റിക്കും. നല്ല റേറ്റായിരുന്നു എല്ലാ സാധനത്തിനും. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കണം. പിന്നെ ഒരു മിഠായി പാക്കറ്റ് വാങ്ങിച്ചു. പിന്നെ തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് നമ്മുടെ ചെറിയ മാഗ്നറ്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ പറ്റില്ല, അത് മേടിച്ചു. അത് ഇനി 2-3 ബാഗൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ലിക്കർ ഷോപ്പിലേക്കാണ് നേരെ പോയത്. അങ്ങനെ ലിക്കർ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. അങ്ങനെ അതൊക്കെ നോക്കി 2-3 ബോട്ടിൽസ് എടുത്തു. അതൊക്കെ ബില്ല് ചെയ്തു, ബബിൾ റാപ്പൊക്കെ ചെയ്തു. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. അടിപൊളി ഫുഡായിരുന്നു. ചെറിയ ഹോട്ടലായിരുന്നെങ്കിലും നല്ല ഫുഡായിരുന്നു. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ആക്ച്വലി ഫ്ലൈറ്റിനാണ് പോകുന്നത് തിരിച്ച്. അപ്പോൾ ഇനിയും ടൈമുണ്ട്. 9 മണിക്കാണ് ഫ്ലൈറ്റ് വന്നത്. അപ്പോൾ ഇങ്ങനെ വന്നാലും ഇവിടെ നിന്നൊരു 5-6 ഇറങ്ങിയാലും മതി. സ്റ്റിൽ വെയിറ്റിംഗ്. ടാക്സി വന്നു. എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഗോവ എയർപോർട്ടിലാണ്. നേരെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി. നമ്മുടെ കയ്യിൽ ഡിജി യാത്ര ആപ്പ് ഉണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ പോകാൻ പറ്റി. അധികം വെയിറ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല. നമുക്കത് ആകെ നേരെ കയറി ചെന്ന് നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്തു. പിന്നെ ചെക്ക് ഇൻ ചെയ്തു. ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. പിന്നെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മളിനി മേളിലേക്കാണ് കയറി പോകുന്നത്. ഇനി അവിടെ ചെക്കിങ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകും. നമ്മൾ കുറച്ചധികം നേരത്തെയാണ് എത്തിയത്. ഇങ്ങനെ ഇരിക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട് ഗായ്സ്. അപ്പോൾ പോകേണ്ട ഗേറ്റ് F ആണ്. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ നമ്മൾ ചെക്കിൻ ചെയ്ത് അവർ സ്കാൻ ചെയ്ത് ഗേറ്റാണ്. അങ്ങനെ 2-3 സ്ഥലത്ത് ചെക്കിങ് സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് എയർ ബ്രിഡ്ജിലൂടെയാണ് നേരെ കയറുന്നത് ഫ്ലൈറ്റിലേക്ക്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞു. ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഇതേ കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയത്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഡോറൊക്കെ ക്ലോസ് ചെയ്തു. ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. പിന്നെ അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. कसने के लिए इस तरह फीते को खींचे और पेटी खोलने के लिए फ्लैप को उठाएं. ഗോവ ടു കൊച്ചി ആകെ ഒരു 1 hour ഉള്ളൂ. പിന്നെ നമ്മൾ സ്നാക്സ് ഓൾറെഡി ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ജംഗ്ലി സാൻഡ്വിച്ചാണ് നമ്മൾ എടുത്തത്. പിന്നെ ഡ്രിങ്ക്സ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ടീ, കോഫി, മസാല ടീ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. കൊച്ചിയിലെത്തി. നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ലഗേജൊക്കെ എടുക്കണം. പിന്നെ നമ്മൾ ബസ്സിലാണ് അങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് പോയത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട്.
അപ്പോൾ എനിക്ക് മുന്നേ എൻ്റെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി ബാഗൊക്കെ എടുത്തു. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.